നിങ്ങൾ നോക്കി നോക്കണം, BSc കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുവാൻ വേണ്ടിയിട്ട് മാർ ഇവാനിയോസ് കോളേജിലെ തള്ളലാണ് പിള്ളേർ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റ് ഓപ്ഷൻസ് തിരുവനന്തപുരത്ത് കിട്ടുന്നില്ല. പകരം നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിനകത്ത് 50 ലക്ഷമോ 5 കോടിയോ എന്തൊക്കെ മുടക്കിയിട്ടാണ് മാർക്സിയൻ സ്റ്റഡി സെൻറ്റർ തുടങ്ങുന്നത്. ഈ മാർക്സിയൻ സ്റ്റഡി സെൻറ്റർ കൊണ്ട് ആർക്കാണ് പ്രയോജനം ഉണ്ടാകുന്നത്? ഇവരുടെ കുറച്ച് സഖാക്കളെ അവിടെ എവിടെയൊക്കെ കുത്തിക്കയറ്റാം എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് നടക്കുന്നത്? അപ്പോൾ യഥാർത്ഥത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഇവർക്ക് പ്രതികരിക്കേണ്ടുന്ന കാര്യമില്ല. അവർ പ്രതികരിക്കുന്നതുമില്ല. ഇവിടെ ഏത് വിദ്യാർത്ഥി നേരിട്ട പ്രശ്നത്തിനാണ് ഇവർ പ്രതികരിക്കുന്നത്? നമ്മുടെ വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ വിഷയത്തിലാണ് അവർ പ്രതികരിച്ചത്. ഇവർ ഏത് വിദ്യാർത്ഥി നേരിടുന്ന പ്രശ്നത്തിലാണ് ഇവർ പ്രതികരിക്കുന്നത്? ഒരു വിദ്യാർത്ഥിയുടെ വിഷയത്തിൽ ഒരു പ്രതികരിക്കുന്നില്ല. കടന്നു പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് കടന്നു പോകുന്നുണ്ട്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു പ്രതിസന്ധിയിലാണ്. അവർ ഇത്രയും നാൾ വലിയ രീതിയിൽ PR ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒന്നാണ് കേരളത്തിൽ ആരോഗ്യരംഗം എന്ന് പറയുന്നത്. ആ ആരോഗ്യരംഗത്തിൻ്റെ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ആ PR ആണ് ശരിക്കും, ആ കെട്ടിടമല്ല, അവരുടെ PR ആണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ അവരുടെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുമ്പിൽ ഇടതുപക്ഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖംമൂടികളില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അവരുടെ യഥാർത്ഥ മുഖം കാണുന്ന സാഹചര്യത്തിലേക്കാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അതിൽ നിന്ന് മാറ്റണം.